കഴിഞ്ഞ ഒരാഴ്ചയിലേറെക്കാലമായി കേരളത്തിലെ ആശാ വർക്കർമാർ സമരത്തിലാണ്. ആ സമരത്തിനോട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഒരു നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ആശാ വർക്കർമാരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സന്നദ്ധനായിട്ടില്ല. അതുമാത്രമല്ല, അവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സമീപനം, ആ സമീപനമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത്, മുഖ്യമന്ത്രിയും സർക്കാരും കൈക്കൊണ്ടിട്ടുള്ളത്. കാരണം അതല്ലെങ്കിൽ ഈ സമരം പാവപ്പെട്ട സ്ത്രീകൾ സമരം ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന് പറയുന്ന ശ്രീ കെ.വി. തോമസിന് യാത്രാബത്ത ഇനത്തിൽ ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ച് നൽകാൻ എടുക്കുന്ന തീരുമാനം, അതോടൊപ്പം PSC അംഗങ്ങൾക്ക് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം, ഇതെല്ലാം ഇതേ സന്ദർഭത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നു എന്നുള്ളത് തന്നെ ആശാ വർക്കർമാരെ മനഃപൂർവ്വം അപമാനിക്കാനാണ്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്നാണ്. പക്ഷേ വാസ്തവത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിക്കുന്നത് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന വരേണ്യവർഗം എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പിണറായി വിജയൻ ഒരു കാര്യം ഓർമ്മിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. കാരണം കോവിഡ് കാലത്ത് ആശാ വർക്കർമാരുടെ ഇടപെടൽ, ആ ഇടപെടലാണ് പിണറായി സർക്കാരിന് വീണ്ടും ഭരണത്തിൽ വരാനുള്ള സാഹചര്യമൊരുക്കിയത്. അത് ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് ഓർമ്മിക്കേണ്ടതായിരുന്നു. അതിനു പുറമെ പതിവ് പോലെ സംസ്ഥാന സർക്കാരിലെ മന്ത്രിമാർ എല്ലാ വിഷയത്തിലും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതി തുടർന്നുകൊണ്ട് ഈ വിഷയത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ പോരായ്മകൾ, പിടിപ്പുകേടാണ് ഇതിന് കാരണം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടു, ഈ NHM ഫണ്ട്, ദേശീയ ആരോഗ്യ ദൗത്യം, അതിൻ്റെ ഫണ്ട് കിട്ടാനുള്ളതാണ് ഉള്ള കാലതാമസമാണ് ആശാ വർക്കർമാരുടെ അവർക്ക് കൊടുക്കേണ്ട പ്രതിമാസ ഓണറേറിയം കൊടുക്കുന്നതിന് കാലതാമസം ഉണ്ടായതിന് കാരണം എന്നാണ്. ഞാൻ ബഹുമാന്യയായിട്ടുള്ള ആരോഗ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്ത് തുകയാണ് ഇനി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാൻ ബാക്കിയുള്ളത് എന്നുള്ളത് ആരോഗ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കണം. കാരണം ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നൽകിയ ചോദ്യത്തിന്, ആ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ 2023-24 189.15 കോടിയും 24-25 815.73 കോടിയും കൊടുത്തു കഴിഞ്ഞു. 24-25 കേരളത്തിന് ആകെ കിട്ടേണ്ടത് 913.24 കോടിയാണ്. ആ 913.24 കോടിയിൽ 815 കോടി കൊടുത്തു. അത് വൈകാനുള്ള കാരണം ദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കില്ല എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്. പിന്നീട് ആ നിലപാട് മാറ്റിക്കൊണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറായി, മാനദണ്ഡങ്ങൾ ഞങ്ങൾ പാലിക്കാൻ തയ്യാറാണ്, മാനദണ്ഡങ്ങൾ പാലിച്ചു കഴിഞ്ഞു, അതിനുള്ള ഉത്തരവിറക്കി കഴിഞ്ഞു എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു നിമിഷം പോലും വൈകിപ്പിച്ചില്ല. കൃത്യമായിട്ട് ആ പണം കൊടുത്തു.
അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ കാര്യത്തിനും കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്ന സമീപനം, അത് വന്യജീവി ആക്രമണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വയനാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിലെല്ലാം കേന്ദ്രത്തിനെ പഴിചാരുന്ന സമീപനം, ആ സമീപനം കേരളത്തിലെ സർക്കാരിൻ്റെ മന്ത്രിമാർ അതൊരു പതിവ് രീതിയാക്കുന്നതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് അവരെങ്കിലും ഇനി മനസ്സിലാക്കണം. ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇപ്പോഴും തീർത്തിട്ടില്ല. പാചക തൊഴിലാളികൾക്ക് ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നില്ല. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ശമ്പളമില്ല. പട്ടികജാതി വിഭാഗങ്ങൾക്കും ഭിന്നശേഷി വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെയുള്ള നിശ്ചയിച്ചിരുന്ന പ്രഖ്യാപിച്ചിരുന്ന ആനുകൂല്യങ്ങളടക്കം വെട്ടിക്കുറച്ചു. മാത്രമല്ല ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മെല്ലെയാക്കി. ഇന്നലെ ഒക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പോലും 30% പോലും റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും മറുവശത്ത് രാഷ്ട്രീയ നിയമനം നേടിയിട്ടുള്ള വൻകിടക്കാർക്ക് അവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന സമീപനം, ഈ സമീപനം ഈ സർക്കാരിൻ്റെ യഥാർത്ഥത്തിലുള്ള കൂറ് ആരോടാണ്, ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് എനിക്കാവശ്യപ്പെടാനുള്ളത്, കേരള സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന പ്രതികാര സമീപനം, ആശാവർക്കർമാരോട് കാണിക്കുന്ന അവരെ അപമാനിക്കുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാൻ. വളരെ കൃത്യമായിട്ടുള്ള ലൈനാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവരുടെയും ലൈൻ. കാരണം സിൽവർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി റെയിൽവേയുടെ മുന്നിലുള്ളതാണ്. റെയിൽവേ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിന് പാരിസ്ഥിതിക ദോഷമുണ്ടാക്കുന്ന, കേരളത്തിന് വലിയ കടത്തിൻ്റെ ഭാരം വലിച്ചു വയ്ക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള പദ്ധതി, ആ പദ്ധതിയോട് കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല. അതേസമയത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേഗതയുള്ള തീവണ്ടി സർവീസ് ലഭ്യമാകേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കേരള സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതി അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ് എന്നുള്ളത് തന്നെയാണ് സമീപനം. എന്ന് ആരാ പറഞ്ഞ? അല്ല, സിൽവർ ലൈൻ എന്ന് പറയുന്നത് പീയൂഷ് ഗോയൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പം നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്തമല്ലേ? കേരള സർക്കാരിൻ്റെ ഒരു തെറ്റിദ്ധാരണ, അതാണ് ഞാൻ പറഞ്ഞത്. കേരള സർക്കാർ ധരിക്കുന്നത് എന്തറിയോ, അവർ പറയുന്നത് അതേപടി വിഴുങ്ങുന്ന ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള ഉത്തരവെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. മന്ത്രിമാരും ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കോപ്പി കൊടുത്തരാം. ഒന്ന്, ആശാ വർക്കർ എന്ന് പറയുന്ന പദ്ധതി, ആ പദ്ധതി ആരംഭിച്ചപ്പോൾ അതത് ഗ്രാമത്തിലെ ആരോഗ്യ മേഖലയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് ആശാ വർക്കർ പദ്ധതി ആരംഭിച്ചത്. ആ പദ്ധതിയിലുള്ള ആളുകൾക്ക് ഒരു നിശ്ചിത ഓണറേറിയം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിനപ്പുറത്തുള്ള നിരവധി ചുമതലകൾ സംസ്ഥാന സർക്കാരുകൾ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്യത്ത് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കേരളം കൊടുക്കുന്നതിനേക്കാളോ അതിൽ കൂടുതലോ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാർ പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാണല്ലോ പറയുന്നത്. കഴിഞ്ഞ 24 എൻ്റെ ഓർമ്മ ഡീൻ കുര്യാക്കോസിൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പാർലമെൻറ്റിൽ നൽകിയിട്ടുള്ള ഉത്തരത്തിൽ ആന്ധ്രാപ്രദേശിൽ 10,000 രൂപയാണ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ, സിക്കിമിൽ 10,000 രൂപയാണ് കൊടുക്കുന്നത്,
വിവിധ സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനങ്ങൾ നൽകുന്ന അധിക ജോലികളുടെ ഇത് പരിഗണിച്ചുകൊണ്ട് തോത് പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഓണറേറിയം കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾക്കപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിരവധി ചുമതലകൾ, ഏതാണ്ട് 30ഓളം ജോലികൾ. ആ 30ഓളം ജോലികൾ സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻസെൻറ്റീവ് അവർക്ക് കൊടുക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ, ഈ പറഞ്ഞ 2000 പറഞ്ഞല്ലോ, ഈ 2000-ന് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കീമുകൾ, ആ സ്കീമുകളിൽ അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എത്രയാണെന്നും പാർലമെൻറ്റിലെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിവിധ സ്കീമുകൾ ഈ 2000 ഫിക്സഡാണ്, അതിന് പുറമെയാണ് സ്കീമുകൾ. അപ്പോൾ കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, വിവിധ ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റുന്നതിനനുസരിച്ചിട്ട് അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ഓണറേറിയം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ സാമ്പത്തിക ഭാരമാണ് കേരളത്തിൻ്റെ പ്രശ്നമെങ്കിൽ 100 കോടി രൂപ വണ്ടി വാങ്ങാൻ എന്തിനാണ് മാറ്റിവെക്കുന്നത്? 100 കോടി. കേന്ദ്ര സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിമാരുൾപ്പെടെ SUV-ലല്ല സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ, എൻ്റെ ഓർമ്മ വിനു വി ജോണാണെന്ന് തോന്നുന്നു, ഏതൊരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. ഡൽഹിയിൽ പോയപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാർ, സീനിയർ ക്യാബിനറ്റ് മന്ത്രിമാർ യാത്ര ചെയ്യുന്നത് സാധാരണ വണ്ടിയിലാണ്. പക്ഷേ കേരളത്തിൽ എത്ര പോലീസ് ഓഫീസർമാർ, എത്ര IAS ഉദ്യോഗസ്ഥന്മാർ, എത്ര കോർപ്പറേഷനുകളുടെ ചെയർമാന്മാർ, MD-മാർ, മന്ത്രിമാർ, ഇവർക്കൊക്കെ ഇന്നോവ വണ്ടിയേ ഉള്ളൂ. 100 കോടി രൂപ മാറ്റിവെക്കാനുള്ള ആളുകൾ, ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല, പക്ഷേ ബജറ്റിൽ 100 കോടി മാറ്റിവെക്കുന്നതിൻ്റെ ഇരട്ടത്താപ്പാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. പണമില്ലാത്തത് കൊണ്ടല്ല, പണം ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ മുൻഗണനാക്രമം, ആ മുൻഗണനാക്രമം സർക്കാരിൻ്റെ കൂർ ആരോടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതൊക്കെ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. കാരണം കേരളത്തിലെ പോലീസും കേരളത്തിലെ സംവിധാനങ്ങളും ആ സംവിധാനങ്ങളെ CPM എങ്ങനെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരെ അടക്കം ആക്രമിക്കുക, പോലീസുകാരെ നിന്ന് പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുപോകുക, ഇതൊക്കെ പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിലൊരു നമുക്കൊരു ഞെട്ടൽ ഉണ്ടാവേണ്ട കാര്യം എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലെ ക്രമസമാധാന നിലയുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ആ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ നടത്തിയിട്ടുള്ള കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ ആ കൂടിയാലോചനകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ, ആ ആളുകൾ ആ കാര്യത്തിലുള്ള അവരുടെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം അവർ ഉചിതമായിട്ടുള്ള സമയത്ത് പ്രകടിപ്പിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് സംസ്ഥാന BJP-യിൽ നടത്തേണ്ട കൂടിയാലോചനകൾ നടത്താൻ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് 4 ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശ്രീ തരുൺ ചുഗിൻ്റെ നേതൃത്വത്തിൽ ശ്രീമതി വാണതി ശ്രീനിവാസൻ, ശ്രീ പൊൻ രാധാകൃഷ്ണൻ, ശ്രീ നളിൻ കട്ടീൽ, അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടൊക്കെയുള്ള കൂടിയാലോചനകൾ പൂർത്തിയാക്കി. അത് എനിക്ക് അറിയാം. ഇനി ഈ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക, അത് എന്ത് തീരുമാനമാണെങ്കിലും കേരളത്തിലെ BJP അതിനെ ഏകകണ്ഠമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ നീങ്ങും. അതായത് കേരളത്തിനകത്ത് ഇതെല്ലാം പരിഗണിച്ചു, ദേശീയ തലത്തിലും ഇതെല്ലാം പരിഗണിക്കും. സംസ്ഥാന പ്രസിഡന്റുമാരുടെ കാര്യം വരും. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ വനിതകൾ, വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ ഒക്കെയുണ്ട്. അതേപോലെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഉണ്ടാവും.
തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം തന്നെയാണ് രാജ്യത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ട്. വനിതകൾക്ക് നാരീശക്തിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ രേഖ ഗുപ്ത മുഖ്യമന്ത്രിയായിട്ടുള്ളത്. മറുപടി ഞാൻ ഒരിക്കലും പിന്നെ നിങ്ങളോട് എന്തിനാ ഞാൻ എങ്ങനെ പിന്നെ മൃദുവല്ലാതാവേണ്ട കാര്യമില്ലല്ലോ, കാഠിന്യം കാണിക്കേണ്ട കാര്യം. അങ്ങനെയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ തീരുമാനം എന്താണെങ്കിലും ആ തീരുമാനത്തെ എക്കാലത്തും അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, കേരളത്തിൽ ഇനിയെന്നല്ലല്ലോ, ഞാൻ എപ്പോഴും ഇല്ലാതായിരുന്നു. നിങ്ങളെല്ലാവരും, അതായത് മന്ത്രി ആയിരുന്ന കാലത്ത് പോലും ഞാൻ കേരളത്തിലെ അഭിപ്രായം പറയുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയ പറഞ്ഞിട്ട് ഇയാൾ കേരളത്തിൻ്റെ മന്ത്രിയാണോ അല്ല അതോ കേന്ദ്രത്തിലെ മന്ത്രിയാണോ എന്നാണല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? കേരളത്തിലെ അഭിപ്രായങ്ങൾ ഞാൻ ധാരാളം അന്നും പറഞ്ഞിരുന്നു എന്നല്ലേ. അത് നിർത്തും ഇല്ല, തുടർന്നും പോവും.